കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതും നെന്മാറ ആലത്തൂർ തരൂർ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിലൊന്നാണ് മംഗലം ഗോവിന്ദാപുരം അഥവാ വടക്കഞ്ചേരി പൊള്ളാച്ചി സ്റ്റേറ്റ് ഹൈവേ 58. സാർ 38.912 കിലോമീറ്റർ ദൂരമുണ്ട്. സാർ, ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെയും പഴനി, മധുര, രാമേശ്വരം, ഏർവാടി, വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും നെല്ലിയാമ്പതി, കൊല്ലങ്കോട്, പറമ്പിക്കുളം, കൊടൈക്കനാൽ, മൂന്നാർ കേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥാടകരുടെയും ടൂറിസ്റ്റുകളും പ്രധാനമായും ആശ്രയിക്കുന്ന റോഡും ഈ റോഡ് തന്നെയാണ്. സാർ, ഏകദേശം 13 വർഷം മുൻപാണ് BNMBCയിൽ റോഡ് അഭിവൃദ്ധിപ്പെടുത്തിയത്. സാർ, ഇപ്പോഴും കുപ്പിക്കഴുത്ത് പോലുള്ള 4 ബ്രിഡ്ജുകളും ഈ റോഡിലുണ്ട്. സാർ, ഗോവിന്ദാപുരം കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒന്നാന്തരം 4 വരി പാതയും സൂപ്പർ ഹൈവേയിലും എത്തിച്ചേരും. എന്നാൽ വടക്കഞ്ചേരി കഴിഞ്ഞാലും നാഷണൽ ഹൈവേ 47ലേക്കും എത്തിപ്പെടാൻ കഴിയും. ഇവിടെയാണെങ്കിൽ ജലജീവ മിഷൻ്റെ പ്രധാനപ്പെട്ട ലൈൻ വേണ്ടി റോഡിന് ഇരുവശവും വെട്ടിപ്പൊളിച്ചതും മഴക്കാലങ്ങളിൽ ഉൾപ്പെടെയുള്ള റോഡുകളുടെ തകർച്ചയും നിരവധി ജീവനുകളാണ് ഈ റോഡിലൂടെ പൊഴിഞ്ഞുപോയത്. സാർ, കൊല്ലങ്കോട് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതും എന്നാൽ തുക അനുവദിക്കാത്തതുകൊണ്ടും എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടും ആ കൊല്ലങ്കോട് ബൈപ്പാസ് കൊല്ലങ്കോടിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയഭാഗത്തുകൂടെ പോകുന്നതിന് പകരമുള്ള സമീപനം ആ റോഡും ബൈപ്പാസിനുള്ള അനുവാദവും കിട്ടിയില്ല. നെന്മാറ തിരക്കേറിയ നഗരമാണ്. അത് ബഡ്ജറ്റിൽ തന്നെ വകയിരുത്തി കിബിയിൽ ഉൾപ്പെടുത്തിയ ബൈപ്പാസ് റോഡിനും ഇവിടെ ഭാരത് മാലയിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞ് ഈ 2 ബൈപ്പാസുകളെയും നമുക്ക് ലഭിച്ചില്ല. സർ, KRFൽ വിഭാഗം മലയോര ഹൈവേയുടെ സർവേ നടക്കുന്നുണ്ട്. പക്ഷേ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന സാമ്പത്തിക സ്ഥിതി നോക്കി പലരും പിന്മാറുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ സാർ, 18,500 മുതൽ 25 കിലോമീറ്റർ വരെ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി 7.50 ലക്ഷത്തിന് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സാർ, PWD വകുപ്പാണെങ്കിൽ ഇടയ്ക്കിടെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് എന്നത് സ്വാഗതാർഹം തന്നെയാണ്. സാർ, അതുകൊണ്ട് മംഗലം ഗോവിന്ദാപുരം സ്റ്റേറ്റ് ഹൈവേ ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം എന്നതാണ് ഞാൻ ഈ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര മന്ത്രി. സാർ, വടക്കഞ്ചേരി പൊള്ളാച്ചി സംസ്ഥാന പാതയുടെ നവീകരണമാണ് ബഹുമാന്യനായ ശ്രീ K. ബാബു ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചത്. 38.912 കിലോമീറ്റർ ദൂരം വരുന്ന റോഡാണ്. നെന്മാറ ടൗണിലെ ഗതാഗതക്കുരുക്ക് അദ്ദേഹം ഇവിടെ പറഞ്ഞു. അത് വളരെ പ്രധാന പ്രശ്നമാണ്. അത് ഒഴിവാക്കാൻ അദ്ദേഹം വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നെന്മാറ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട RBDCക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലങ്കോട് ബൈപ്പാസ് നിർമ്മാണത്തിന് ജൂലൈ 14, 2009 തീയതിയിൽ അന്ന് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് പ്രകാരം ഭരണാനുമതി ലഭിച്ചിരുന്നു. അലൈൻമെൻറ്റ് പ്രകാരം 14.061 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് 25% തുക റവന്യൂ വകുപ്പിൽ കെട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ പ്രസ്തുത പ്രവൃത്തിക്ക് പുതിയ SOR പ്രകാരം 60 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പരിഗണിച്ചു വരുന്നു. 18,500 മുതൽ 25 കിലോമീറ്റർ വരെയുള്ള ഭാഗം അടിയന്തര നവീകരണം ആവശ്യമായ സാഹചര്യത്തിൽ ശബരിമല ഫെസ്റ്റിവൽ വർക്ക് 2024-25 ഉൾപ്പെടുത്തി 7 കോടി 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകുന്ന കാര്യം പരിഗണനയിലാണ് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.